ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വലിയൊരു വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വലിയൊരു വചനവുമായി നിൽക്കുവാൻ ഇടയാകുന്നല്ലോ, അതോർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു വന്നതാകുന്ന വിഷയം ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും എന്ന വിഷയമാണല്ലോ. അതിനകത്തെ ഒരു ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായത്, രക്ഷിക്കുന്ന ദൈവകൃപ. രക്ഷിക്കുന്ന ദൈവകൃപയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നതുകൊണ്ട് ഞാൻ ഒരു ആവർത്തനത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം ഏറ്റവും ഒടുവിൽ ചിന്തിച്ചതായ കാര്യം എങ്ങനെയാണ് ദൈവം നമ്മെ തൻ്റെ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുവാൻ പ്രസാദിച്ചു. ഇങ്ങനെയാണല്ലോ വായിക്കാൻ കഴിയുന്നത്. നമുക്ക് സ്വതന്ത്രരാകുവാനോ നമുക്ക് രക്ഷിക്കപ്പെടുവാനോ നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു സാധ്യതയുമില്ലാതിരുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. നമ്മുടെ കർത്താവ് നമ്മിൽ വസിക്കുകയാണ്. ഇന്ന് സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവത്തിനു വേണ്ടി നമ്മെ വിലയ്ക്ക് വാങ്ങി ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണല്ലോ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തെ സംബന്ധിക്കുന്ന 3 പ്രസ്താവനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനിടയായി. പാപം ഇനി വാഴരുത് എന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നു. മാത്രവുമല്ല, നമ്മുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത് എന്ന് നാം വായിക്കുന്നുണ്ട്. 3-ാമതായിട്ട് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിലാണ് ഈ വിഷയത്തെ കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് ജീവിക്കുന്നത് ഒരു വർത്തമാനകാല അനുഭവത്തിലാണല്ലോ. എന്നാൽ ലോകക്കാരെ പോലെയോ ലോകത്തിന് വേണ്ടിയോ അല്ല നാം ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നതായ കാര്യമാണ്. തിന്മ നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തതായിട്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ഈ ലോകത്തോട് അനുരൂപപ്പെടരുത് എന്ന് പരിശുദ്ധാത്മാവായ ദൈവം ശക്തമായി തിരുവെഴുത്തിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാൽ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാൽ, ലോക മാനദണ്ഡ പ്രകാരം ഇനി നാം നടക്കരുത് എന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്ത് നൽകി തരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 4-ാമതായി മറ്റൊരു കാര്യം, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിച്ചാൽ, വരുവാനുള്ള ലോകത്തിനായി നാം കാത്തിരിക്കുന്നവരുമാണ്. ഞാൻ ഈ 4 കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. അതൊരു ക്രമമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ രക്ഷിക്കുന്ന കൃപ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നമുക്കതിൽ നിന്ന് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഈ കൃപയാൽ നാം തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനാൽ നാം വീണ്ടെടുക്കപ്പെട്ടു. റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-ഉം 2-ഉം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ ലോകത്തോട് ഇനി അനുരൂപപ്പെടരുത് എന്ന് പരിശുദ്ധാത്മാവായ ദൈവം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യപ്രകാരം ലോകത്തിന്റെ മാനദണ്ഡപ്രകാരം നാം ഇനി നടക്കരുതെന്ന് പരിശുദ്ധാത്മാവായ ദൈവം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4-ാമത്തെ കാര്യം പത്രോസ് പറയുന്നത് 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യത്തിൽ ഒരു വരുവാനുള്ള ലോകത്തിനായിട്ട് നാം കാത്തിരിക്കുന്നവരാണ്. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യമാണ്.
എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഈ രക്ഷിക്കുന്ന കൃപ നമ്മെ രക്ഷിച്ചിട്ട് വളരെ ക്രമീകൃതമായിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാനായി നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ രക്ഷിക്കുന്ന കൃപ അത് നമ്മെ രക്ഷിച്ചു. നാം അവിടുത്തെ മക്കളായി തീർന്നിരിക്കുന്നു, അവിടുത്തെ അവകാശികളായി തീർന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ഈ താൽക്കാലികമായ വാസത്തിൽ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നു. പക്ഷെ നാം ഇരിക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു വരുവാനുള്ള ലോകത്തിനായി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നതും പൗലോസ് പറയുന്നതും എബ്രായ ലേഖനത്തിൽ വായിച്ചത് എങ്ങനെയാണല്ലോ, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നതായ കാര്യം, ദൈവം നമ്മെ രക്ഷിച്ചിട്ട് ഒരു ക്രമീകൃതമായിരിക്കുന്ന ജീവിതം ഈ ഭൂമിയിൽ നൽകി തന്നിരിക്കുകയാണ്. ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു നിത്യമായ ജീവിതത്തിലേക്കുള്ള പ്രവേശനം ദൈവം സാധിപ്പിച്ചിരിക്കുകയാണ്. നാം ആ പുതിയ രാജ്യത്തിനു വേണ്ടി, ആ പുതിയ സ്ഥാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അനധിവിദൂര ഭാവിയിൽ ഞാനും നിങ്ങളും ആ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ നാം ജീവിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ഇവിടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അതാണ് നമ്മുടെ പഠന വിഷയം. ആ പഠന വിഷയത്തിൽ ദൈവഭക്തിയുടെ പ്രായോഗികതയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവഭക്തിയുടെ പ്രായോഗികത എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ താൽക്കാലികമായ ജീവിതത്തിൽ നാം ജീവിക്കുന്ന ജീവിതത്തിന്റെ നിലവാരം എങ്ങനെയാണ് എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് തന്റെ പ്രത്യേക ഒരു ജനമാക്കി തീർത്തിരിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമ്മുടെ പഠന വിഷയവും അവിടെ തന്നെയാണല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ പ്രയോഗം വിശേഷാൽ ശ്രദ്ധിക്കണം. തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ വാക്കിന്റെ ആശയം എങ്ങനെയാണ്? കൃപ, ദൈവകൃപ നമ്മെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധീകരണം എന്ന ആ പ്രക്രിയയുടെ ലക്ഷ്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം കൂടുതലായി അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും കൂടെ ആവർത്തിച്ച് പറയാം. ഈ കൃപ നമ്മെ രക്ഷിച്ചിട്ട് ഈ കൃപ നമ്മെ വീണ്ടും വീണ്ടും അവിടുത്തെ കൃപയാൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു പ്രക്രിയയായിട്ടിരിക്കുകയാണ്. അനുദിനം കൃപ തന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മെ കൂടുതൽ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉപോദ്ബലമായ ഒരു വാക്യം വായിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം കൊണ്ട് ചേർത്ത് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. 29-ാം വാക്യം: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇവിടെ വായിച്ചതായിരിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്: നമ്മെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായിട്ട്
നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുന്നതായിരിക്കുന്ന ആ പ്രക്രിയ നമ്മിൽ സംഭവിക്കാൻ പോകുന്നതുവരെ ദൈവഭക്തിയുള്ളതായ ഒരു ജീവിതം ജീവിക്കുവാനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തന്റെ വചനത്തിൽ കൂടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ സത്യം നമുക്ക് അറിയാവുന്നതായ കാര്യമാണ്. എന്നാൽ ഇവിടെ നാം അറിയേണ്ടതായ ചില വസ്തുതകളുണ്ട്. എന്തെല്ലാമാണ് ആ വസ്തുതകൾ? ഒന്ന് സൂക്ഷിച്ചു നോക്കാനായിട്ട് കഴിയുമോ? നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ ചില കൽപ്പനകൾ, ചില പ്രമാണങ്ങളാണ് ഈ തീത്തോസ് നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദൈവകൃപയുടെ സമൃദ്ധി ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ട് ദൈവഭക്തിയുള്ളതായ ഒരു ജീവിതം ജീവിക്കുവാനായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും, എല്ലാ ഉത്തേജനവും ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും തന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്താൽ നമ്മെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രക്രിയ നമ്മിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ഈ വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്കൊന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കുന്ന കൃപ പോലെ തന്നെ ഈ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതായ കൃപയുമാണ്. രണ്ട് കാര്യങ്ങളാണ് ആ ഒരു വാക്യത്തിൽ തന്നെ എന്നുകൊണ്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, രക്ഷിക്കുന്ന കൃപ. രണ്ട്, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാൽ ആ വാക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ടീച്ചിങ് ഓർ ട്രെയിനിങ് എന്നുള്ളതായ ഒരു പദപ്രയോഗമാണ്. ഈ ജീവിതത്തിൽ ദൈവകൃപ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ദൈവകൃപ നമുക്കൊരു ട്രെയിനിങ് നൽകി തരുന്നു. എന്തിനുള്ളതായ ട്രെയിനിങ് ആണ്? നമ്മെ രൂപപ്പെടുത്തിയെടുത്തിട്ട് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുവാനായിട്ടുള്ള ആ ട്രെയിനിങ്ങിന്റെ മധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ വിഷയം മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രെയിനിങ്ങിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതെത്രയോ ഗൗരവമുള്ളതായ ഒരു കാര്യമാണെന്നറിയാമോ? ഇനി നമ്മുടെ മുമ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ആ വലിയ സംഭവത്തിന് വേണ്ടി ഒരു ട്രെയിനിങ്. ഡ്രൈവിംഗ് പഠിച്ച് ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുമെന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗിന്റെ ട്രെയിനിങ് നമുക്ക് നൽകി തരികയാണ്. അത് ഓരോ ദിവസവും ആ ട്രെയിനിങ് കഴിഞ്ഞ് നാം അത് പഠിച്ച് നാം അതിൽ പ്രാവീണ്യം നേടി നാം ആ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ലഭിച്ചു. അതിനുശേഷം നാം ഒരു വാഹനം വാങ്ങിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഓരോ ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ലഭിക്കാൻ പോകുന്ന ഒരു വേറിട്ട വ്യത്യസ്തമായിരിക്കുന്ന അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സാധിക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള ട്രെയിനിങ്ങിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആ ട്രെയിനിങ്ങിന്റെ മധ്യത്തിൽ ഒരു ദൈവഭക്തിയുള്ള ഒരു പ്രായോഗിക ജീവിതം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ദൈവവചനം അത് വളരെ ശക്തമായ ഭാഷയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവഭക്തിയുടെ പ്രായോഗികത ഈ വിഷയത്തിൽ നാം സൂക്ഷിച്ചു നോക്കിയാൽ കാണാനായിട്ട് കഴിയും. ഞാനൊരു 4 കാര്യങ്ങൾ ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവഭക്തിയുടെ പ്രായോഗികമായ അനുഭവത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. തീത്തോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 7, 8, 9, 10 7, 8, 9, 10 ഈ 3-4 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവഭക്തിയുടെ പ്രായോഗികമായ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ തീത്തോസിനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്ന ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ കഴിയുമോ? 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കാമോ? 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്, അടുത്ത വാക്ക് നോക്കണം, സകലത്തിലും
നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഒന്നാമത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. തീത്തോസിനോട് പറയുകയാണ്, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കി കാണിക്കുക. ഇവിടുത്തെ സൽപ്രവൃത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം ചേരാൻ പോകുന്ന ആ ഭക്തിയുള്ള ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതായ ചില കർത്തവ്യങ്ങളെ കുറിച്ചാണ്. അതവിടെ നിൽക്കട്ടെ. സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ തീത്തോസിന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് എന്നും കൂടി ചോദിക്കട്ടെ. തീത്തോസിന്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായിട്ട് പോകുന്ന ആ പ്രക്രിയ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ് എന്ത്? അതായത് സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. ഇവിടെയാണ് ദൈവഭക്തിയുടെ പ്രായോഗികമായ അനുഭവത്തിന്റെ ഒന്നാമത്തെ ചവിട്ടുപടി കാണിക്കുന്നത്. ദൈവഭക്തി എന്നിൽ അനേകർക്ക് മാതൃകയായിട്ടുണ്ടാകേണ്ടതായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളാൽ, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകളാൽ ഒരു ഭക്തിയുള്ള ജീവിതം ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവഭക്തിയുടെ പ്രായോഗികമായ അനുഭവത്തിന്റെ മധ്യത്തിലാണോ ഞാൻ ആയിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ജോസ്മോനെ, ഫിലിപ്പ് മാത്യു, കേൾക്കാൻ കഴിയുമോ? സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫിലിപ്പ് മാത്യു, ജോസ്മോന് പറയാമോ? സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ദൈവഭക്തിയുടെ പ്രായോഗികമായ ജീവിതത്തിൽ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്നാമതായിട്ട് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, സകലത്തിലും. സകലത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മെ മാതൃകയാക്കുവാനായിട്ട് കഴിയുമോ? ഒരു ദൈവഭക്തിയുടെ പ്രായോഗികമായ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സകലത്തിലും നാം മാതൃകയുള്ളവരാണോ? ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. കേവലം ചില വാക്കുകൾ മാത്രം പറഞ്ഞു പോയാൽ തീരുന്നതായ ഒരു കാര്യമായിട്ടല്ല ഇതിനെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം ഗൗരവമായിരിക്കുന്ന വിഷയങ്ങളാണ് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാം ലോകത്തിന്റെ മുമ്പാകെ മാതൃകയുള്ളവരാണോ? സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക എന്ന് തീത്തോസിനോട് പൗലോസ് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എത്രയോ വലുതായിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം മാതൃകയുള്ളവരാണോ? നമ്മെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിലുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ആശ്രയത്തെക്കുറിച്ചും ഒക്കെ നമ്മെ നോക്കിക്കൊണ്ട് പറയാനായിട്ട് കഴിയുമോ? ആ വ്യക്തി ഈ വിഷയങ്ങളിൽ, ദൈവഭക്തി സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരു മാതൃകയുള്ളവനാണ് എന്ന് പറയാൻ നമ്മെക്കുറിച്ച് കഴിയുമോ? വളരെ ഗൗരവകരമായ ഒരു ചോദ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈ സത്യം ദൈവഭക്തിയുടെ പ്രായോഗികതയിൽ നാം മാതൃകയുള്ളവരായിരിക്കണം. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കുക. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ 2-ാമത്തെ കാര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കുക. 2-ാമത്തെ പ്രയോഗം പൗലോസ് പറയുകയാണ്, അതായത് ദൈവഭക്തിയുടെ പ്രായോഗികതയിൽ നീ നിന്നെ തന്നെ കാണിക്കുക. നീ
ഉപദേശത്തിൽ, ദൈവവചനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കണം. നീ മുഖാന്തരം ദൈവത്തിന്റെ വചനത്തിന് ഒരാക്ഷേപം ഉണ്ടാകുവാൻ ഇടയാകരുത് എന്ന് പറയുമ്പോൾ ഈ ജീവിതം എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയതായിരിക്കണമെന്നല്ലേ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുണ്ടായി. ഇവിടെയും ആ വാക്ക് വരുന്നുണ്ട്, ഗൗരവമുള്ളവരായിരിക്കണം, ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം ഉള്ളവരായിരിക്കണം. ഞാൻ മുഖാന്തരം, എൻ്റെ ജീവിതം മുഖാന്തരം ദൈവവചനം, അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്ക് ആദ്യം നമ്മൾ വായിച്ചു, ദുഷിക്കപ്പെടുവാൻ ഇടയാകരുതെന്നാണ്. ദൈവവചനത്തിന് നേരെ ആരും, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തിരുവെഴുത്തിന് നേരെ ആരും വിരൽ ചൂണ്ടുവാൻ ഇടയാകരുത്. ഈ തിരുവെഴുത്തും എൻ്റെ ജീവിതവും തമ്മിൽ ചേർന്നു പോകുന്നതായിരിക്കണം. ഈ വിഷയം ഞാൻ ഉപദേശിക്കുന്നു, ഈ വിഷയം ഞാൻ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കുന്നതായ വിഷയങ്ങൾ, ഈ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ, ഇതും എൻ്റെ ജീവിതവുമായി ചേർന്നു പോകണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് തമ്മിൽ ചേർന്നു പോകുന്നതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അല്പം ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. ജീവിതത്തെ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടെ ദർശിക്കേണ്ടതായ ഒരു ആവശ്യകത ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്താ അവിടെ വായിക്കുന്ന അറിയാമോ? 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുന്നവൻ ആയിരിക്കണം. ഒന്നാമത്, സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. 2, ഉപദേശ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവുമുള്ളവനായിരിക്കുക. മൂന്നാമത്തെ കാര്യം, 9-ാമത്തെ വാക്ക് നാം ഇപ്പോൾ വായിച്ചു, ദൈവത്തിന്റെ ഉപദേശത്തെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടുന്നവൻ ആയിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ സകലത്തിലും, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവവചനം അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയണമെന്നുള്ളതായിരിക്കുന്ന ആശയത്തിലാണ് തീത്തോസിനെ ഈ കാര്യം പറഞ്ഞ് ഭരമേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തെ, ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുന്നവൻ. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ, ഭക്തിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായി തന്നെ നാം ചിന്തിക്കേണ്ടതാണ്. അതിനൊരുപാട് ന്യായാന്യായങ്ങൾ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും, അഥവാ ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ജീവിക്കേണ്ട ആ ജീവിതത്തിന്റെ ഗൗരവത്തെ പരിശുദ്ധാത്മാവായ ദൈവം ഈ ഭാഗത്ത് വ്യക്തമായി കാണിച്ചു തരുന്നതായിട്ടല്ലേ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 10-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നു, സകലത്തിലും, സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല വിശ്വസ്തതയുള്ളവൻ ആയിരിക്കുക. സകലത്തിലും നല്ല വിശ്വസ്തതയുള്ളവൻ. ഇന്ന് ദൈവജനത്തിന്റെ മധ്യത്തിൽ നിന്നും അന്യം നിന്ന് പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത എന്നുള്ളത്. അനേക വേദഭാഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഒന്നും വായിക്കാനായിട്ട് ഉള്ള സമയം ഞാൻ എടുക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ആ ബന്ധത്തിൽ നാം ചിന്തിക്കുന്നവരാണ്, നാം മനസ്സിലാക്കുന്നവരാണ്, നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ വിശ്വസ്തത നമ്മിൽ എത്രമാത്രം ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നോക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം.
അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ഇരിമ്യാ പ്രവാചകൻ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിക്കുക: യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്, അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് അറിയാവുന്നതിന്റെ മുമ്പിലാണല്ലോ നാം ആയിരിക്കുന്നത്. നമ്മെ നോക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൾ പതിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയിലാണോ? അഥവാ ദൈവം അങ്ങനെ നോക്കിയാൽ നമ്മിൽ ആ വിശ്വസ്തത കാണാനായിട്ട് കഴിയുമോ? അനേക വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കുവാനായിട്ടുണ്ട്. ഞാൻ സമയമെടുക്കുന്നില്ല, നിങ്ങൾക്ക് അത് വായിച്ച് ധ്യാനിക്കാവുന്നതാണ്. ദൈവത്തിന്റെ കണ്ണ് നമ്മിലേക്ക് നോക്കുന്നു. നാം എത്രമാത്രം വിശ്വസ്തന്മാരാണ്. 12-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വിലപിക്കുന്ന ഒരു വിലാപം കാണാൻ കഴിയുന്നുണ്ടല്ലോ: യഹോവേ, രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് വിശ്വസ്തത കാണാനായിട്ട് കഴിയുന്നതല്ല. ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം നമ്മോട് വിശ്വസ്തനാണ്, ഒരു തർക്കവും ആ കാര്യത്തിൽ ആർക്കുമില്ല. എന്നാൽ നാം ദൈവം മുമ്പാകെ എത്രത്തോളം വിശ്വസ്തരാണ്. കഴിഞ്ഞ ദിവസം ദൈവഭയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്കിടയായിട്ട് തീർന്നു. ദൈവഭയം നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ദൈവഭയത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകം ദൈവഭയം എത്രമാത്രം നമ്മെ ഭരിക്കുന്നുണ്ട്, ദൈവഭയം എത്രമാത്രം നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം അതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് വായിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം: എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്റെ മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ ഒരു സന്ദേശം കൊടുത്തപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാൻ ഈ വാക്യം വായിപ്പാൻ ഇടയായിട്ട് തീർന്നു. നെഹമ്യാവ് പറഞ്ഞ ഈ വാക്ക് ശ്രദ്ധിക്കുക: നെഹമ്യാവിന് മുമ്പേ ഉണ്ടായിരുന്ന ദേശാധിപതികൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യുവാൻ നെഹമ്യാവിനും അവകാശമുണ്ട്. ആരും ചോദിക്കുകയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരും, ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിൽ പ്രതികരിക്കത്തില്ല. കാരണം തനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവരൊക്കെ ചെയ്തത് എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇപ്പോൾ തന്റെ കാലം വന്നപ്പോഴും ചെയ്തു പോകുന്നത്. ചോദ്യമില്ല. അങ്ങനെ ചെയ്താൽ ഒരു പരാതി വിട്ട് പറയാനുമില്ല. കാരണം തനിക്ക് മുമ്പേ ചെയ്തവരൊക്കെ അതാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നെഹമ്യാവിനെ സംബന്ധിച്ച് ഇവിടെ വായിക്കുന്ന എന്താ? ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദൈവഭയത്താൽ നിയന്ത്രിക്കപ്പെട്ടതായ ഒരു ജീവിതമായിരുന്നു നെഹമ്യാവിന്റെ ജീവിതം എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തത കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തിയോട് ബന്ധത്തിൽ നോക്കുമ്പോൾ നല്ലവനും, അടുത്ത വാക്ക് വിശ്വസ്തനുമായവനെ എന്നാണ് വായിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായവനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. സകലത്തിലും നല്ല വിശ്വസ്തതയുള്ളവനാണ് ദൈവഭക്തിയുള്ളവൻ. ദൈവഭക്തിയുടെ പ്രായോഗികതയിൽ വിശ്വസ്തത വെളിപ്പെടുവാനിടയാകണം. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ശിക്ഷിച്ചു വളർത്തുന്ന കൃപയെന്നാണല്ലോ എൻ്റെ ടൈറ്റിൽ. ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറഞ്ഞാൽ
ഈ വളർത്തുന്നു എന്നാകുന്ന വാക്ക് ഉടമസ്ഥതയോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഉടമസ്ഥത, സ്വന്തം. ദൈവത്തിന്റെ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ദൈവകൃപയ്ക്ക് സ്വന്തമാണ്. മറന്നു പോകരുത്. ദൈവകൃപയിലാണ് ഞാനും നിങ്ങളും ദൈവകൃപയ്ക്ക് സ്വന്തമാണ്. മാത്രവുമല്ല, വളർച്ച എന്ന് പറയുന്നത് സമൃദ്ധിയെ കാണിക്കുന്നതായ ഒന്നാണ്. വളർത്തുന്നു എന്ന് പറയുന്നത് ഉടമസ്ഥതയോട് ബന്ധപ്പെട്ടതാണ്. വളർച്ച എന്ന് പറയുന്നത് സമൃദ്ധിയെ കാണിക്കുന്നതുമാണ്. നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഈ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതാണ് നമ്മുടെ വിഷയം. നോക്കുക, ദൈവകൃപയുടെ പ്രായോഗികതയിൽ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 4 കാര്യങ്ങളാൽ നമുക്കൊരു ട്രെയിനിങ് ദൈവാത്മാവ് നൽകി തരുന്നു. നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തയ്യാറാകുന്നു. നമ്മെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പഠിക്കുവാൻ കർത്താവ് നമ്മെ സംഗതിയാക്കട്ടെ. ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതായിരിക്കുന്ന വിഷയം ദൈവകൃപയുടെ സമൃദ്ധി. ആ സമൃദ്ധി അനുഭവിക്കുന്ന ഒരുവൻ അവനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളർത്തുന്നു എന്ന് പറഞ്ഞാൽ നാം അവൻ്റെതാണ്. 1-ാമത്തെ കാര്യം നമ്മൾ ഓർക്കുകയുണ്ടായി. 2-ാമത്തെ ആശയം, വളർച്ച എന്ന് പറയുന്നത് എന്താണ്? അത് സമൃദ്ധിയുടെ ചിഹ്നമായിട്ട്, അടയാളമായിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന ഒരു 5 മേഖലകളെ പറ്റി നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകൾ 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഇനിയുള്ള സമയവും അടുത്ത 2 ആഴ്ചയും ഈ 5 കാര്യങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അല്പം വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1-ാമത്തെ സമൃദ്ധി എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 13-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. 1-ാമത്തെ സമൃദ്ധി എന്ന് പറയുന്നത് സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയാം. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും, അതാണല്ലോ നമ്മുടെ വിഷയം. നാം ആ വിഷയം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സമൃദ്ധിയുടെ അല്ലെങ്കിൽ ദൈവകൃപയുടെ സമൃദ്ധി, അതിനാവശ്യമായിരിക്കുന്ന 5 മേഖലകളെ പറ്റിയാണ് ഇവിടെ തീത്തോസിനെ പൗലോസ് എഴുതി ഓർമ്മിപ്പിക്കുന്നത്. അതിൽ 1-ാമത്തേതാണ് ഞാൻ പറഞ്ഞത്, സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി. ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ സുബോധത്തോടെ എന്നൊരു പദപ്രയോഗം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്ലാസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ ആ കാര്യം വ്യക്തമാക്കുകയാണ്. സുബോധത്തോടെ എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള, സമചിത്തനായ, വിവേകശീലനായ, സമചിത്തതയുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുബോധത്തോടെ, സോബർ എന്നാണ് ഇംഗ്ലീഷിൽ ആ പദപ്രയോഗം വായിക്കാൻ കഴിയുന്നത്. 4 പ്രാവശ്യങ്ങളിൽ ആ വാക്ക് ഈ അധ്യായത്തിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുമുണ്ട്. അത് 4 വിഷയത്തോടുള്ള ബന്ധത്തിലാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ് ഓർമ്മിപ്പിച്ചതാണ്. സമയക്കുറവുണ്ട്, ഞാൻ ഇനി അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ, ഈ 3 വിഷയത്തിന്റെ സമൃദ്ധി നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ ഭാഗത്ത് നിന്ന്
ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ഇത് തികച്ചും ദൈവികമായ ഒരു വസ്തുതയാണ്. ദൈവികം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, അതായത് ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു. ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു. അതുകൊണ്ടാണ് അതിനെ ദൈവികം എന്ന് പറയാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവികമായ അനുഭവത്തിൽ നമ്മുടെ ജീവിതം തുടരാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇത് തികച്ചും ദൈവികമായ ഒരു വസ്തുതയാണ്. ദൈവികമെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു. നമുക്കറിയാം, വളർച്ച സംബന്ധിച്ച് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തലയോളം നാം വളരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇതര ലേഖനങ്ങളിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യർ 4-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ആ കാര്യം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തലയോളം വളരുവാനായിട്ട് നമ്മോട് ദൈവാത്മാവ് പറയുമ്പോൾ, എന്നിൽ സമൃദ്ധമായി ക്രിസ്തു വളരുന്നുണ്ടോ? ആ വളർച്ച നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ടോ? കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ ഏറ്റവും വലിയ ഉദ്ദേശം സുസ്ഥിരമായ ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടി ഞാൻ പറയാം. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ ഏറ്റവും വലിയ ഉദ്ദേശം സുസ്ഥിരമായ ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് എത്രത്തോളം കഴിയുന്നുണ്ട്? നമ്മുടെ പ്രായോഗിക വിശുദ്ധീകരണം അല്ലെങ്കിൽ പ്രായോഗിക വിശുദ്ധി നിറഞ്ഞാകുന്ന ഈ ജീവിതം അതെത്രത്തോളം വിജയമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എത്രമാത്രം വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്? ഈ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിയാത്മകമായി ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവസാന്നിധ്യത്തിന്റെ വെളിച്ചത്തിൽ ഭക്തിയോടും കൂടെ ജീവിക്കുവാനായിട്ട് ദൈവകൃപ നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വായിക്കാം: വി ഷുഡ് ലിവ് സോബർലി, റൈച്ചസ്ലി ആൻഡ് ഗോഡ്ലി ഇൻ ദിസ് പ്രസന്റ് വേൾഡ്. ഈ വർത്തമാനകാല ലോകത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ദൈവകൃപയുടെ സഹായം അനുദിനം അനുഭവിപ്പാനായിട്ട് നമുക്കിടയാകുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. ക്രിസ്തീയ ജീവിതം നാം പാട്ടൊക്കെ പാടി സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരേ അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുണ്ട്. അത് നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിനായിട്ട് ബുദ്ധി ഉപദേശിക്കുന്നു. അതാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ അസാധ്യം എന്ന് തോന്നാവുന്ന 3 യാഥാർത്ഥ്യങ്ങളല്ലേ ഇത്? ഒരു ഗൗരവമുള്ളതായ ജീവിതം, സുബോധത്തോടെ എന്ന് പറഞ്ഞ വാക്കിന് അതാണല്ലോ, സമചിത്തതയുള്ള, ഗൗരവബോധമുള്ള. മാത്രവുമല്ല, നമ്മുടെ ജീവിതം നീതിപൂർവമായ ഒന്നാണോ? നീതിപൂർവമായ ഒരു പ്രവൃത്തി ഓരോ ജീവിതത്തിന്റെയും മുമ്പിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് നീതിയുള്ള ഒരു ജീവിതം സാധിക്കുന്നോ? ചോദ്യങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയാണ്, സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും.
ഇത് നമ്മിൽ വർദ്ധിച്ചു വരണം. ഇതിന്റെ സമൃദ്ധി നമ്മിൽ ഉണ്ടാകണം. അതാണ് ഈ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി ഈ അനുദിന ജീവിതത്തിൽ അനുഭവിപ്പാൻ നമുക്കിടയാകണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇപ്പോഴൊന്നുണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളല്ലേ ഇത്? ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് മൂന്നും ഇല്ല. ഇത് അന്യം നിന്ന് പോയി ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിത കാഴ്ചപ്പാടിൽ ഇത് മൂന്നും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ ദുഷ്ടന്റെ അധീനതയിലുള്ളതായിരിക്കുന്ന ഈ ലോകത്ത് ഇത് സാധിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കാം? സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കാം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാന്മാർക്ക് സകലത്തിലും അനുസരിപ്പീൻ. യജമാന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ദൃഷ്ടി സേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിനും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ. കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ നാം ആയിരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം ജീവിക്കണമെങ്കിൽ, ആ ജീവിതം നമ്മൾ സാധിക്കണമെങ്കിൽ തിരുവെഴുത്ത് പറയാണ്, അതായത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്. നമ്മങ്ങനെയാ വായിച്ചത്, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ ആയിരിക്കണം. ആ വാക്യത്തിന്റെ ആശയം മനസ്സിലായോ? കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ, ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാം ഏകാഗ്രതയോടെ ആയിരിക്കണം എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ, കൊരിന്ത്യ വിശ്വാസികളുടെ അടുക്കൽ വന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങളിൽ ആ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്താ അങ്ങനെ ഭയപ്പെടാൻ കാരണം? അവിടെ താഴോട്ട് വായിക്കുന്നുണ്ട്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ ഏകാഗ്രത നിർമ്മലം വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന്റെ കാരണം താഴെ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ കർത്താവിനെ സേവിപ്പാൻ കഴിയുമോ? കർത്താവിനെ ഭയപ്പെട്ട്
ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് സുബോധത്തോടെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി അനുഭവിപ്പാനായിട്ട് കഴിയുന്നു. ആ വിഷയം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം കൂടെ പറയട്ടെ. രണ്ടാമത്തെ കാര്യം കൊലോസ്യരുടെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 16-ാമത്തെ വാക്യം: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയിലായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി നിങ്ങളിൽ വസിപ്പാനിടയായി തീരട്ടെ. ക്രിസ്തുവിന്റെ വചനം നമ്മിൽ ഐശ്വര്യമായി വർദ്ധിക്കുവാനിടയാകണം. ഈ ക്ലാസ് അതിന് സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞേറിയ നാളുകളായി ദൈവവചനം ക്രമീകൃതമായി പഠിപ്പിക്കുവാൻ കോട്ടയം സഭയ്ക്കിടയായി തീരുന്നുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരുവാനിടയാകുമ്പോൾ, കർത്താവിനെ ഭയപ്പെട്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ജീവിക്കുവാൻ ഇടയാകുമ്പോൾ സംഭവിക്കുന്നത് സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി അനുഭവിപ്പാനായിട്ടിടയായിട്ട് തീരും. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ ലോക ജീവിതത്തിൽ ഇത് അസാധ്യമെന്ന് തോന്നാം. കാരണം ഈ ലോകത്തിന്റെ ചിന്ത അതാണ്, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ അതാണ്, ഈ ലോകത്തിന്റെ മാലിന്യം അതാണ്. അത് ദൈവാത്മാവ് വളരെ ഭക്തമായി ഈ പുസ്തകത്തിൽ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ ആ ലോകത്തിൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തനിക്ക് തന്നെ മാറ്റി നിർത്തി മുൻനിർത്തിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനിടയാകണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനാണ് ഈ ഭാഗത്ത് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഇനിയും ചിന്തിക്കുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മിൽ എത്രമാത്രം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവവചനം എത്രമാത്രം വായിപ്പാനും ധ്യാനിപ്പാനും നമുക്ക് ഇടയാകുന്നു, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എത്രത്തോളം സൂക്ഷിച്ചു വെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. സങ്കീർത്തനം നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകണം. ഇന്ന് സംഭവിച്ചു പോയ പരാജയം എന്താണ്? ഇന്ന് സംഭവിച്ചു പോയ പരാജയം എന്ന് പറഞ്ഞാൽ ദൈവവചനം നാം കേൾക്കുന്നവരാണ്. കേൾക്കാൻ അവസരമുള്ളപ്പോഴൊക്കെ ഒരു പരിധി വരെ നാം കേൾക്കുന്നവരാണ്. എന്നാൽ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമുക്കിടയാകുന്നില്ല. പലപ്പോഴും ദൈവവചനത്തിന് മുമ്പാകെ ഒരു വിമുഖത കാണിക്കുവാൻ നമുക്കിടയായിത്തീരുന്നു. നാം ഇത് കൊണ്ടു നടക്കുന്നവരാണ്, ഇതിന്റെ കാവൽക്കാരാണ്. പക്ഷെങ്കിൽ ദൈവവചനവുമായി എത്രമാത്രം ചേർന്ന് പോകുന്ന ഒരനുഭവം നമുക്കുണ്ട്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നീതിയുള്ള ഒരു ജീവിതം. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അവൻ നീതിമാൻ എന്ന് അവനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ നീതി നമ്മിൽ ദൈവം നടപ്പാക്കുകയും ചെയ്തു. കാൽവറിയിലെ ക്രൂസിൽ ദൈവം നീതി നടപ്പാക്കി തന്റെ പുത്രനെ നമുക്കായി നൽകി തന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അവനെ പാപമാക്കി തീർത്തു നമ്മുടെ നീതീകരണത്തിന് വേണ്ടി, നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, നമ്മെ സ്വതന്ത്രരാക്കേണ്ടതിന് വേണ്ടി, നാം ഇനി കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി തന്റെ പുത്രനെ ദൈവം പാപമാക്കി തീർത്തു. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ ദൈവം പ്രസാദിച്ചു.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നീതി വെളിപ്പെടുത്തുന്നവരായിരിക്കണം. മറ്റൊരു കാര്യം ദൈവഭക്തി എന്നുള്ളതാണ്. ദൈവഭക്തിയെ രണ്ട് നിലയിലാണ് ചിന്തിക്കാൻ കഴിയുന്നത്. ഗോൾഡിനെസ് അഥവാ ദൈവഭക്തിയാണ് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും, ദൈവത്തിങ്കിലേക്ക് എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണല്ലോ ഭക്തിയുള്ളതായ ജീവിതം. അത് ഒരളവിൽ അത് സാധിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മിൽ ഈ ഭക്തി എത്രത്തോളം വർദ്ധിച്ചു വരുന്നുണ്ട്? ഭക്തിയെ സംബന്ധിച്ച് വായിക്കുന്ന എല്ലാ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വാക്ക് ദൈവഭയം എന്നുള്ളതാണ്. ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയം. ആ ദൈവഭയം ഇന്ന് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ എത്രമാത്രം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക് നമ്മുടെ ജീവിതം ഉയരുവാനിടയാകണം. ആ സമൃദ്ധി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിപ്പാൻ നമുക്ക് ഇടയാകണം എന്നാണ് ധന്യനായ പൗലോസ് തീത്തോസിനെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നുണ്ടായല്ലോ, ദൈവഭക്തിയുടെ പ്രായോഗികതയിൽ തീത്തോസിനെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്ന 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ഭാഗവുമായി ചേർത്ത് വേണം ചിന്തിക്കുവാനായിട്ട്. അതായത് തീത്തോസ് എന്ന വ്യക്തി സകലത്തിലും മാതൃകയാക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ തീത്തോസിന്റെ ജീവിതത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുക. നാലാമത്തെ കാര്യം, സകലത്തിലും വിശ്വസ്തത ആചരിക്കുക. സകലത്തിലും വിശ്വസ്തരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് അതിനുപയോഗിച്ചിരുന്ന മറ്റൊരു പദപ്രയോഗമായിട്ടാണ് ഇതിനെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ദൈവികമായ ചിന്ത നമ്മെ എത്രത്തോളം ഭരിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. സമയം ഏറെക്കുറെ തീർന്നിരിക്കുകയാണ്. 1-2 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല, സമയം അതിന് അനുവദിക്കുന്നില്ല. കർത്താവ് എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യമാണ് നാം ചിന്തിച്ചത്, സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക് നമ്മുടെ ആത്മീക ജീവിതം വളരുവാനിടയാകണം. ഞാൻ ഓർപ്പിച്ച 2 കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, വളർച്ച എന്ന് പറഞ്ഞത് ഉടമസ്ഥതയെ കാണിക്കുന്നതാണ്. വളർത്തുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതായത് വളർത്തുന്നു എന്നുള്ളത് ഉടമസ്ഥതയോട് ബന്ധപ്പെട്ടതാണ്. വളർച്ച എന്ന് പറഞ്ഞത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ സ്വന്തമാണ്. അവിടുത്തെ ഉടമസ്ഥതയിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരാത്മീക വളർച്ച ആവശ്യമാണ്. അത്യന്താപേക്ഷിതമായ ഘടകമാണ്. കർത്താവ് നമ്മെ വിഷയത്തിൽ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആലോചനകളെ മുറുകെ പിടിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിലും അനുഗ്രഹീതമായ ദൈവഭക്തിയുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സർവാത്മന സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.